അനക്കെന്നാടോ പൊതിച്ചോറിനോട് പുച്ഛം തോന്നിയത്? അതിലെ ജനങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് കണകുണ വർത്താനം പറയരുത് ട്ടോ സുധാകര. സൗജന്യ ഭക്ഷണം പാടില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. രാഷ്ട്രീയ പാർട്ടികളും മറ്റു സംഘടനകളും അതിനകത്ത് ഷെഡ് കെട്ടി പാചകം ചെയ്യാൻ ഒക്കത്തില്ലെന്ന് തന്നെയാ പറഞ്ഞത്. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലില്ല. ഉണ്ടെങ്കിൽ പറ. പൊതിച്ചോറിനെ കളിയാക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല സുധാകര. ആകുമ്പോ ഞങ്ങള് പറയാ, ഞങ്ങളെ പാർട്ടിയിലെ ചോറുണ്ട രക്തം ആ ശരീരം. സുഹൃത്തുക്കളെ, അങ്ങനെ ഫാത്തിമ തഹ്ലിയ പിണറായി വിജയന്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് ഫാത്തിമ തഹ്ലിയെ തെറി വിളിച്ചൊരു യുവതി ഉണ്ടല്ലോ, ഒരു പെണ്ണുണ്ടല്ലോ. ഇപ്പം ഈ യുവതി അടുത്തത് ജി സുധാകരൻ്റെ നേരെയാണ് വന്നിരിക്കുന്നത്. സുധാകരനെതിരെ ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പം ജി സുധാകരൻ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരി ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. വേറൊന്നുമില്ല, പൊതിച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറ് ഒരു രാഷ്ട്രീയക്കാർ അങ്ങനെ കൊടുക്കണ്ട, ഒരു പാർട്ടി അങ്ങനെ കൊടുക്കണ്ട, അത് ഗവൺമെൻറ് കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞ് സുധാകരൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പം അത് എടുത്തു വെച്ചുകൊണ്ടാണ് ഇപ്പം ഈ പുള്ളിക്കാരി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ജി സുധാകരനെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സ്നേഹമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കണം. ലൈക്കും കൂടെ ചെയ്യണം വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ, എൻ്റെ പൊന്ന് സഹോദരി, നീയെന്നും എടോ ജി സുധാകരോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഒരു ഫാദറിൻ്റെ പ്രായമെങ്കിലും അയാൾക്കില്ലേ, ആ ഒരു ബഹുമാനമെങ്കിലും കൊടുത്ത് സംസാരിച്ചൂടെ? എന്തായാലും ഈ യുവതി പറയുന്നൊന്ന് കേട്ടു വെക്കുക. അത് നോക്കി ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ച് ആൾക്കാരിൽ എത്തിക്കുന്ന ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഇത് ഇവർ പറയുന്നില്ല, ഇവർ എഴുതി മുമ്പിൽ വെച്ചിട്ട് ആരോ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നിന്നൊക്കെയോ കുറച്ച് എന്തൊക്കെയോ പൈസ മേടിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ പൊന്നു സഹോദരി, എന്തിനാണ് ഇങ്ങനെ ആളുകളുടെ തെരുവിളി മേടിച്ച് കൂട്ടുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, ഇപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ സഹോദരിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം ഞാൻ ജി സുധാകരൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി എന്ത് നിലപാടാണ് വ്യക്തമാക്കിയെന്ന് അതും കൂടെ ഞാൻ വെച്ച് തരാം. ആളുകളില്ലേ ചുമ്മാ ഓരോ വിഷയങ്ങൾ ഇല്ല വളച്ചൊടിച്ച് അങ്ങ് ഏതാണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കുമെന്ന് പറയുമല്ലോ, അതുപോലെയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളെ അടുത്തോട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൊടുക്കുന്നത്. ജി സുധാകരൻ അവിടെ ഫുഡ് കൊടുക്കരുതെന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കണം. പിന്നെ ഈ ജി സുധാകരനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ, ഇന്ന് വരെ രാഷ്ട്രീയത്തിൽ ഒരു കളങ്കം പോലും വരുത്താത്ത ഇതുപോലെ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് അതിനകത്ത് ഒരു അഴിമതിയും കാണിക്കാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് ജി സുധാകരൻ. അത് ജി സുധാകരൻ്റെ ആദ്യത്തെ പാർട്ടിക്കും അറിയാം, എല്ലാ ആളുകൾക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുപോലെ നട്ടലുള്ളൊരു നേതാവ് കൂടിയാണ് ജി സുധാകരൻ. പറയേണ്ട സ്ഥലത്ത് നല്ല രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാനിവിടെ ആ യുവതി പറയുന്നതെന്ന് വെച്ച് തരാം. എൻ്റെ പൊന്നു സഹോദരി, എന്തിനാണ് നിങ്ങളിങ്ങനെ അറിയാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തെ പറ്റി ഒരു ചുണ്ണാക്കും ഒരു കുന്തം അറിയത്തില്ലെന്ന് ഈ ഫാത്തിമ തഹ്ലിയെ തെറിവിളിച്ചൊരു വീഡിയോയുമായിട്ട് വന്നല്ലോ, അതിലൂടെ തന്നെ എല്ലാ ആളുകൾക്കും മനസ്സിലായതാണ്. പിന്നെയും എന്തിനാണ് ഇങ്ങനെ വെറുതെ ആളുകളെ കൊണ്ട് തെറിവിളി കേൾക്കാനെ കൊണ്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത്? എന്തായാലും ആ സഹോദരിയുടെ ഇത് ആരാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കണ്ടുവരുന്നൊരു പുതുമുഖമാണ്. ഇത് എവിടെ നിന്ന് ഇറങ്ങി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയില്ല. അപ്പോൾ എന്തായാലും ഇതിനെ അറിയാവുന്ന ആളുകൾ, ഈ സഹോദരിയെ അറിയാവുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇത് ആരാന്ന് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഓക്കെ, എന്തായാലും പുള്ളിക്കാരി പറയുന്നത്, ജി സുധാകരനെ പറ്റിയിട്ട് പറയുന്നതൊന്ന് കേട്ടു പോകാം. പുള്ളിക്കാരി കൊച്ചുമോളെ പ്രായമുണ്ട്. ജി സുധാകരൻ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കേട്ടു നോക്കേ. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ കുറേ അവതാരങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെന്നറിയുമ്പോഴത്തേക്ക്. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്താണ് സുധാകര, നിന്നെ പറ്റി സോഷ്യൽ മീഡിയ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണടോ പൊതിച്ചോറിന് എന്താ പ്രശ്നം? രാഷ്ട്രീയ ആശയങ്ങളോട് വിയോജിപ്പുണ്ടായിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നതൊക്കെ ഓരോ മനുഷ്യന്റെയും
പേഴ്സണൽ ചോയ്സ് ആണ്, അല്ലേ? അതിന് ചോദ്യം ചെയ്യപ്പെടണം എന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരുപാട് വർഷക്കാലം ഞങ്ങളുടെ പാർട്ടിയിലെ ചോറുണ്ട് നീ നന്നായി അങ്ങ് കൊഴുത്തിട്ടുണ്ട്. ആ കൊഴുപ്പ് എല്ലിന്റെ ഇടയിൽ കുത്തുമ്പണ്ടല്ലോ, ആനക്കങ്ങനെ പലതും തോന്നും. സ്വാഭാവികം അല്ലെ? ഇറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. അത്രേ ഉള്ളൂ സുധാകര. അല്ലാണ്ട് അന്നെ പൊക്കി കൊണ്ടെടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, അല്ലേ? അനക്കെന്നാടോ പൊതിച്ചോറിനോട് പുച്ഛം തോന്നിയത്? പൊതിച്ചോറിനോട് പുച്ഛം തോന്നിയ മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യനൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല അയാളെങ്കിലും മനുഷ്യനുണ്ടായിരുന്നു. എന്താണ് സുധാകര? ഓക്കെ, കണ്ടില്ലേ? എന്താ അല്ലേ, ഒരു ഫാദറിന്റെ പ്രായമുള്ള ആളെ എന്താടോ നീ എന്നിങ്ങനെയൊക്കെയാണോ? എൻ്റെ പൊന്ന് പെങ്ങളെ, നിങ്ങൾക്ക് കൂടിപ്പോയി എത്ര വയസ്സ് കാണും? ഒരു 10, 21, 22 വയസ്സ് കാണും ഒരു കാഴ്ചപ്പാടിൽ. 10, 80 വയസ്സുള്ള ഒരാളെ വിളിക്കുന്ന വിളിയാണ് എന്താടോ സുധാകര നീ എടോ എന്നൊക്കെ. ഇച്ചിരി ഉളുപ്പ്, നാണമാനോ ഉളുപ്പും വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കി, വീട്ടിലെ കാര്യം പിന്നെ എങ്ങനെയായിരിക്കും? വീഡിയോയുടെ മുമ്പിൽ ഇങ്ങനെയാണെങ്കിൽ വീട്ടിലെ കാര്യം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും പൊന്നു സഹോദരി, നിങ്ങളെ കല്യാണം കഴിക്കുന്ന ആ യുവാവിൻ്റെ, ആ ഹതഭാഗ്യവൻ്റെ അവസ്ഥയൊന്ന് ഞാനൊന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് പോയി. പിന്നെ സുധാകരൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇത്രയും നാളും ഇതുപോലെ നല്ലൊരു കഴിവുള്ള പറഞ്ഞല്ലോ, നമ്മളെ പാർട്ടി തീറ്റിപ്പോറ്റിക്കൊണ്ടൊക്കെ വന്നു. ഇത്രയും ഒരു കഴിവുള്ളൊരു മനുഷ്യനെ ഇത്രയും വർഷം ഇത്രയും നാളും അടിച്ചൊതുക്കി അവിടെ ഇട്ടേക്കുമായിരുന്നു, അല്ലേ? പുള്ളിയുടെ കഴിവും പുള്ളിക്ക് ഒരു അവസരം കൊടുത്തില്ല ഇത്രയും വർഷമായിട്ട്. പക്ഷേ പുള്ളിക്ക് ഇപ്പോഴാണ്, ഈ വയസ്സാം കാലത്താണ് പുള്ളിക്ക് അതും ആ പ്രസ്ഥാനം ഒന്ന് മാറി ഇപ്പുറത്തോട്ട് കോൺഗ്രസിലേക്ക്, UDF-ലേക്ക് വരേണ്ട അവസ്ഥ വന്നു, അല്ലേ? പ്രസ്ഥാനം ഒന്ന് മാറിപ്പോകേണ്ട വന്നു. അപ്പോഴാണ് പുള്ളിക്ക് പുള്ളിയുടെ കഴിവ് അവതരിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടിയത്. ഇത്രയും നല്ലൊരു മനുഷ്യന്, ഇത്രയും നല്ലൊരു കഴിവുള്ളൊരു മനുഷ്യന് ഇത്രയും നാളും ഒരു ഒന്നും കൊടുക്കാതെ അടിച്ച് ഇട്ട ഒരു പ്രസ്ഥാനമാണ് ഇത്രയും നാളും തീറ്റിപ്പോറ്റി എന്ന് പറയുന്നത്. എന്താ അല്ലേ? ഓക്കെ, എന്തായാലും നമ്മുടെ സഹോദരി പറയുന്നത് ബാക്കിയും കൂടെ കേട്ട് നോക്കാം. എന്തായാലും നമ്മുടെ സഹോദരിക്ക് നല്ല രീതിയിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റിലൂടെ കിട്ടുമെന്ന് അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം ബാക്കിയും കൂടെ കേട്ട് നോക്കാം. മനുഷ്യനുണ്ടായിരുന്നു, ഓന്റെ ഒപ്പം കൂടിയിട്ടേ ഓന്റെ മനസ്സിന്റെ വിഷങ്ങളൊക്കെയും വലിച്ചെടുത്തിട്ട് നീ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് കണകുണ വർത്താനം പറയരുതിട്ട സുധാകര. നീ അധിക്ഷേപിച്ചത് പൊതിച്ചോറിനെയല്ല, കേരളത്തിലെ എരിയുന്ന വയറിനെയാണടോ. അത്ര ചങ്കൂറ്റുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്ത് കാണിക്കടോ, എന്നിട്ട് നീ പൊതിച്ചോറ് നിർത്തലാക്ക്. നീ ഒരു ദിവസം കൊണ്ടുകൊടുക്ക് മെഡിക്കൽ കോളേജിൽ, പൊതിച്ചോറിന് പകരം നിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുകൊടുക്ക് ഭക്ഷണം. ഒരു ദിവസം നീ ഭക്ഷണം കൊണ്ടുകൊടുക്കടോ, എന്നിട്ട് നീ പൊതിച്ചോറിനെ കുറിച്ച് അധിക്ഷേപിക്കാൻ പാടോ. അപ്പൊ നിന്റെ വാക്കുകൾ ഞങ്ങൾ അംഗീകരിക്കും. ഇത്രത്തോളം വിഷമുള്ള ഒരു പാമ്പ് കേരളത്തിലുണ്ടോ? കേരളത്തിൽ ഇയാളല്ലാണ്ട് ഇത്രത്തോളം വിഷം ഉള്ള ഒരു പാമ്പ് കേരളത്തിലില്ല. ഇനി വല്ല ആമസോൺ കാടുകളിൽ ഉണ്ടാവട്ടോ. പക്ഷെ ആമസോൺ കാടും ഇത്രയും ഗതി കിട്ടാത്തൊരു കാടല്ല, ഗതികെട്ടൊരു സ്ഥലം അല്ലട്ടോ. അത്രത്തോളം വിഷപ്പാമ്പുകളെ കൊണ്ട് സംരക്ഷിക്കപ്പെടാനൊന്നും ആമസോൺ കാടും ഇത്ര വിഷമുള്ള ഒരു കാടല്ല. എന്താണ് സുധാകര? പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണം. അല്ലാണ്ട് ഈ ഉറച്ചു നിൽക്കാത്ത ഡാഷ് പാർട്ടികളൊപ്പം കൂടിയിട്ടേ പറഞ്ഞതിന് ചോദ്യം ചെയ്യുമ്പോ എന്റെ ആ ഉരുണ്ടുകളുണ്ടല്ലോ, അത് വേണ്ട. പിന്നെ വർഗീയവാദി, തന്നെക്കാൾ വലിയൊരു വർഗീയവാദി ലോകത്ത് ഈ കേരളത്തിൽ ആരാടോ? തന്നെക്കാൾ വലിയൊരു വർഗീയവാദി വേറെ ആരാടോ? ഹൗ എന്താണ് എന്റെ അപ്പിയറൻസ് ഒക്കെ? ആരാടോ ഈ? ആരാ ഈ? പൊതിച്ചോറിന് കളിയാക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല സുധാകര. ആകുമ്പോ ഞങ്ങള് പറയാ, ഞങ്ങളെ പാർട്ടിയിലെ ചോറുണ്ട രക്തം ആ ശരീരത്തിലൂടെ ഓടുന്നുണ്ട് എന്നൊക്കെ ഇടക്ക് ഓർമ്മ കാണട്ടോ. തിരിഞ്ഞു കൊത്തുമ്പോ അതൊന്ന് ചിന്തിക്കണം, മനസ്സിലായോ?
പൊതിച്ചോറിനെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു സുധാകര. എന്താണ് സുധാകര, കളി ഇങ്ങട്ട് വേണ്ട. കേരളത്തിലെ എരിയുന്ന വയറിനോട് നിന്റെ കളി വേണ്ട. കളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കണോ ചോറ്, എന്നിട്ട് വാ, അപ്പം നമുക്ക് ബാക്കി കളി കാണാം. ഓക്കെ സുധാകര. അയ്യയ്യേ, എന്താണ് ഈ സഹോദരി വന്ന് വിളിച്ച് എന്താണ് പെങ്ങളെ നിങ്ങൾ വിളിച്ചു പറഞ്ഞതിനെ കുറിച്ച്? ഇതെനിക്ക് തോന്നുന്നത് ഇപ്പം കഴിഞ്ഞ 10 വർഷം ഇതിനെയൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ ഉള്ളതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം ഇതുപോലെ കുറേ എണ്ണം അവിടുന്ന് ഇവിടുന്നൊക്കെ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. വേറൊന്നുമല്ല, സംഭവം നമ്മളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൂഫാനുമായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതി കൊണ്ടുവന്ന് എല്ലാത്തിനെയും ഓടിച്ചിട്ട് കണ്ടം കിണ്ടം എല്ലാത്തിനെയും ഓടിച്ചിട്ട് എല്ലാ കഞ്ചാവ് ടീംസിനെയും ഓടിച്ചിട്ട് പിടിച്ച് നല്ല പണി കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അതിലെങ്ങാണ്ട പെട്ട ഒരു ഇനമാണെന്ന് തോന്നുന്നു. സംഭവം സാധനമൊന്നും കിട്ടാതെ വന്ന സമയത്ത് അവസാനം എല്ലാം കൂടെ പിരി ഇളകിയിട്ടുണ്ടല്ലോ, എനിക്കതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ ഇപ്പം ഈ പെങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി സുധാകരൻ തിന്നു കൊടുത്തിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് തിരിച്ചു കൊത്തുന്ന പിന്നെ ഒരു പാർട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, എന്താണ് സഹോദരി, നിങ്ങൾ ഈ ലോകത്തൊന്നുമല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളെ തലയിൽ പുണ്ണാക്കാണോ? ഇത് അരിയാഹാരം കഴിക്കുന്ന ആളുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ്. ഈ നടക്കുന്ന കാര്യങ്ങളും ഓരോ ദിവസത്തെ ഓരോ പ്രശ്നങ്ങൾ എല്ലാം കണ്ട് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പൊതുച്ചോറിൻ്റെ കാര്യത്തിലാണ് നിങ്ങളിങ്ങനെ സുധാകരനെ ഇങ്ങനെ വിമർശിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങളിവിടെ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ജി സുധാകരൻ പറഞ്ഞതുപോലെ പണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് വേണ്ടിയിട്ട് പാലും മുട്ടയും ബ്രെഡും എല്ലാം നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്. മനസ്സിലായോ? അത് ഇല്ലാതാക്കിയിട്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ ചെന്നിട്ട് ഫുഡ് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചോറും കുറച്ച് സാമ്പാറും അല്ലെങ്കിൽ രസവും ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ അവിടെ നടത്തുന്ന തട്ടിപ്പുകളെ പറ്റി എത്ര രൂപ അവർ അതിനകത്ത് തട്ടിപ്പ് നടത്തുന്നുണ്ട്? ആളുകൾക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ? ഇല്ല. എത്രയോ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഗവൺമെൻറ് കൊടുത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ജി സുധാകരൻ പറഞ്ഞ പോലെ. അതെങ്ങനെ വല്ലപ്പോഴും ആശുപത്രിയുടെ പടിയെങ്കിലും ഒന്ന് കയറി നോക്കണ്ടേ? ഈ സുധാകരനെ കുറ്റം പറഞ്ഞ എൻ്റെ പൊന്നു സഹോദരി, നിങ്ങളിത് വല്ലതും ഏതെങ്കിലും ഒരു രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? അപ്പം നിങ്ങളും അത് ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്തിട്ടുമില്ല. ബാക്കിയുള്ള നല്ല കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ ആ ഒരു ഐഡിയയും കൊണ്ടുവരുന്ന ആളുകളെ എന്തിനാണ് വിമർശിക്കുന്നത്? ഓക്കെ, എന്തായാലും ജി സുധാകരൻ പറയുന്നതും കൂടെ ഞാനിവിടെ നിന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. എന്നാലും ജി സുധാകരൻ ഇതിനെ പറ്റിയിട്ട് പുള്ളി വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അത് വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അത് വേറെ എങ്ങാണ്ടൊക്കെ കൊണ്ടെത്തിക്കലാണ് ഇതുപോലുള്ള ആളുകളുടെ പരിപാടി. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. ഇപ്പോൾ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യമല്ലല്ലോ ചർച്ചയായത്. ചോറ് കൊടുക്കരുതെന്ന് ആരെങ്കിലും പറയും? സൗജന്യ ഭക്ഷണം പാടില്ല, സൗജന്യ ഭക്ഷണം പാടില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. രാഷ്ട്രീയ പാർട്ടികളും മറ്റു സംഘടനകളും അതിനകത്ത് ഷെഡ് കെട്ടി പാചകം ചെയ്യാൻ ഒക്കത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലില്ല. ഉണ്ടെങ്കിൽ പറ. അതേസമയം ഭക്ഷണം മെഡിക്കൽ കോളേജിന് വെളിയിൽ സൗകര്യമായി പാചകം ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അതങ്ങ് മാറ്റുക, അതല്ലേ പറഞ്ഞത്. എല്ലായിടത്തും കോഴിക്കോടൊക്കെ അങ്ങനെയല്ലേ ചെയ്യില്ല. ഇവിടെ മാത്രമേ ഇതിനകത്ത് ബന്ധം കെട്ടി അവിടെ പാചകം ചെയ്ത് എന്താണ് പുറത്ത് പാചകം ചെയ്ത് ഇവിടെ കൊണ്ട് കൊടുക്കാം. അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട MLA പറയേണ്ടത് മെഡിക്കൽ കോളേജിലെ കോമ്പൗണ്ടിനകത്തല്ല അടുക്കള കൂട്ടി അവിടെ പാചകം ചെയ്യാനാണ്. അത് എവിടുത്തെ ഏർപ്പാടാണ്? ജനങ്ങളതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഭക്ഷണം കൊടുക്കുന്നതിന് തെറ്റില്ല. ഗവൺമെൻറ് മുമ്പ് ഭക്ഷണം കൊടുത്തുകൊണ്ട് നിർത്തിക്കളഞ്ഞ് കഴിഞ്ഞ ഗവൺമെൻറ് അറിയാമോ? മെഡിക്കൽ കോളേജിലെയും ആശുപത്രികളിലെയും കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. പാല് മുട്ടയോ കൊടുക്കുമായിരുന്നു പണ്ട്. ഞങ്ങളൊക്കെ കിടന്ന് കഴിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പം ഇല്ല. അതെല്ലാം പുനഃസ്ഥാപിക്കണം പഴയ പോലെ തന്നെ. കൂട്ടിയെടുപ്പുകാർക്ക് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുക, ഇവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക, അതൊന്നും തർക്കമുള്ള വിഷയമല്ല. ആർക്കും ഭക്ഷണം കൊടുക്കുന്നത് ജി സുധാകരൻ പറയുക, അങ്ങനെ പറയുമോ? സപ്പോർട്ട് ചുമ്മാ പറയുന്നത്. ഇതാ പറഞ്ഞത്. എന്താ ഓക്കെ, ജി സുധാകരൻ പറഞ്ഞത് വ്യക്തമായല്ലോ. അകത്ത് പന്തല് കെട്ടി പാചകം ചെയ്ത് മറ്റുള്ളവർക്കോ രോഗികൾക്കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിലും നല്ലത് വെളിയിൽ എന്തെങ്കിലും ഒരു സെറ്റപ്പ്, പാചകം ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് സംഘടിപ്പിച്ച് അവിടുന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുക. അതാണ് ജി സുധാകരൻ പറഞ്ഞത്. ഇപ്പോൾ വ്യക്തമായല്ലോ. അല്ലാതെ ജി സുധാകരൻ പൊതിച്ചോറ് കൊടുക്കില്ലെന്ന് അല്ലെങ്കിൽ ആഹാരം കൊടുക്കല് രോഗികളെ പട്ടിണി കിട്ടണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല.
എന്താണ് ചെയ്യുക ഇതുപോലുള്ള കുറേ ടീംസുകൾ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ സഹോദരി പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. സി